ഹലോ ഫ്രണ്ട്സ്, 2025 നമുക്ക് സന്തോഷത്തോടെ അങ്ങോട്ട് എതിരേൽക്കാം. 2024 ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു അല്ലേ? കയറി ഇറങ്ങി സന്തോഷങ്ങളും സങ്കടങ്ങളും തട്ടലും മുട്ടലും ചീറ്റലും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എല്ലാ വഴിയെ പോകുന്ന വയ്യാവേലികളും ഉണ്ടായിരുന്നു. ഈ 2025 നമുക്ക് ഒരു റോളർ കോസ്റ്ററും വേണ്ടേ വേണ്ട. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ അങ്ങോട്ട് തുടങ്ങാം. അപ്പം നിങ്ങളും വരുമല്ലേ? അച്ഛൻ വന്നു, പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോ ചെറിയ പീസ് നമുക്ക് എല്ലാവർക്കും വൈനും കൂട്ടി അങ്ങ് കഴിച്ചാലോ. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, അവിടെ എല്ലാം ഒന്ന് കണ്ടേച്ച് വരാം കേട്ടോ. ഉറക്കം ശരിയാകാത്ത പില്ലോയും പുതപ്പും ഒക്കെ ആയിട്ട് സോഫായിൽ വന്ന് ഒന്നും കൂടി സുഖമായിട്ട് അങ്ങ് കിടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പതിവ് കൂട്ടുകാരൻ ഏത്തക്കായും മുട്ടയും റെഡിയായി കേട്ടോ. ആര് വന്നാലും കൊള്ളാം, പോയാലും കൊള്ളാം, അതൊക്കെയല്ലേ എളുപ്പം. പിന്നെ ഈസ്റ്റർ വന്നാലും ക്രിസ്തുമസ് വന്നാലും ഗസ്റ്റ് വന്നാലും നമ്മുടെ കോഴിക്കും മീനിനും ബീഫിനും ഒരു സമാധാനവും ഇല്ല. അവറ്റകളെ നമ്മൾ നുറുക്കിയിരിക്കും. എന്ത് ചെയ്യാൻ? ഏതെങ്കിലും ഒന്ന് പോരാ. നമ്മൾ ചെറുപ്പം മുതലേ ഇതല്ലേ കണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതെല്ലാം ഉണ്ടാക്കും. അപ്പോൾ മീനിനെ അങ്ങനെ കഷ്ണം കഷ്ണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ ആധുനിക കോർപ്പറേറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ പരാതിയാണ്. അപ്പോൾ 2025 നമുക്ക് പരാതി പെട്ടി ഇല്ലാതെ പോകാവോന്ന് നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. തോരൻ അപ്പോഴത്തേക്കും റെഡിയായിട്ട് വന്നു. പിന്നെ മലയാളികൾ എന്ത് ഫംഗ്ഷൻ നടത്തിയാലും കപ്പ അതില്ലാത്ത ഒരു ഫംഗ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അവനങ്ങനെ തിളച്ചു മറിയുകയാണ്. അപ്പോൾ ഈ കഷണിച്ച് വെച്ചിരിക്കുന്ന മീനിനെ നമ്മുടെ ട്രഡീഷണൽ മൺചട്ടിക്കകത്തോട്ട് ഇടുന്നതിന് മുമ്പായിട്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ മീനിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊക്കെ എത്രയോ വട്ടം കണ്ടിട്ടുള്ളതാണല്ലേ. ആ കപ്പ അങ്ങോട്ട് കുത്തി ഇളക്കി മാറ്റി വെച്ചു. ബീഫാണെങ്കിൽ നല്ല കറുത്ത് അങ്ങനെ ഇരിക്കുകയാണ്, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. അപ്പോൾ അതിന് കോണം എന്താണെന്നല്ലേ, ടച്ചിങ്സിനും ഉപയോഗിക്കാം, ചോറിനും ഉപയോഗിക്കാം. കോഴിക്കാലിനെ നമ്മൾ വിടത്തില്ല, പാവം അത് കിടന്ന് കരച്ചിലാണ്. അവനെ വറുത്തെടുത്ത് കറുമുറാന്നങ്ങ് തിന്നാലേ നമുക്ക് സമാധാനം വരുള്ളൂ. പിന്നെ കൊളസ്ട്രോൾ വന്ന് വേഗം നമ്മൾ തട്ടിപ്പോകാതിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കാം. അത് ഇച്ചിരി കളർഫുള്ളായിട്ട് തന്നെ ഇരുന്നോട്ടെ. എല്ലാത്തിനും ഒരു ഭംഗി വേണമല്ലോ. അപ്പോഴാണ് മോള് പറയുന്നത്, നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? ആയിക്കോട്ടെ, അച്ഛനാകാനും പെണ്ണ് കെട്ടാനും എനിക്ക് മനസ്സാണ്. കാരണം കൈ നനയ്ക്കാതെ മീൻ പിടിക്കാമല്ലോ. അപ്പോൾ ഓടിച്ചെന്നൊരു മാംഗോ പൾപ്പ് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ കൂടെ ഇച്ചിരി ചൗരിയും വേവിച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് അടിക്കുന്ന അടി കണ്ടാൽ തോന്നി ഏതാണ്ട് വലിയ കാര്യം ചെയ്യുവാണെന്ന് കേട്ടോ. ഒന്നും ചെയ്യേണ്ട, ആ കേക്ക് ബീറ്റർ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നടക്കട്ടെ, നമുക്കും കഴിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ഭംഗി വരുത്തണം. ഏതൊരു ഫംഗ്ഷനും ഭംഗി വരുത്തുന്നത് നമ്മുടെ ഒരു ഭാവനയാണല്ലോ. അപ്പോൾ മാങ്ങാപ്പഴം കുറേ കൊത്തിയരിഞ്ഞ് അതിനകത്തോട്ടിട്ടു. പിന്നെ വിപ്പിംഗ് ക്രീം തന്നെ അതിൻ്റെ മുകളിലൊന്ന് ഭംഗിക്ക് വെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് മേടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റ് തീർക്കണമല്ലോ, അതിന് വേണ്ടി അതും ഒടിച്ച് അതിൻ്റെ മുകളിൽ വെച്ചു. എന്തായാലും ആകെ മൊത്തം ഒരു ഭംഗിയുണ്ടല്ലേ. അതൊക്കെ കഴിഞ്ഞ് അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് സെറ്റാക്കുന്ന തിരക്കിലാണ്. ഇതെല്ലാം തിന്നേച്ചേ വീട്ടിലിരുന്നാൽ പോരാ, നമുക്ക് 2025 നമ്മുടെ വർഷമാക്കണം. അപ്പം ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാമെന്ന് വെച്ചു. നിങ്ങളെല്ലാവരും ഒരു 10-20 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. ചിലർക്ക് ഡ്രൈവ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് തയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിക്കാനായിരിക്കും. എന്തായിക്കോട്ടെ, എന്ത് കുത്തമായാലും നമ്മളത് ചെയ്തിരിക്കണം, നമുക്ക് വേണ്ടി ജീവിക്കാം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് ഈ 2025 എടുക്കാം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ പോയി ഇരുന്നു. 4, 3, 7 പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഓർത്ത്. ആരും വന്നില്ലേലും അവർ സിനിമ ഓടിക്കും. അപ്പോൾ കണ്ടോ, തലമുടിയൊക്കെ ആൻറ്റീന പോലെ കെട്ടി വെച്ചിരുന്ന കൊച്ചാണെങ്കിൽ പോപ്കോൺ തീറ്റയാണ്. കൊച്ചിൻ്റെ വിചാരം ആ തലമുടിക്കെട്ടൊരു ആൻറ്റീനയിലൂടെയാണ് ആ സിനിമ അവിടെ ഓടുന്നതെന്നാണ്. ഭയങ്കര രസമാണ്. ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങൾ ആ സിനിമാ തിയേറ്ററിൽ വന്നിട്ടില്ല കേട്ടോ. ആകെ 2-3 പേര് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അത് മതി. എന്നാലും സിനിമ ഓടും. UK അങ്ങനെയാണല്ലോ. അപ്പോൾ സിനിമയുടെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊരു ഗ്ലൂ ആണ്. എന്തായാലും അതങ്ങ് പൊട്ടിച്ചേക്കാം അല്ലേ, ഒത്തിരി സസ്പെൻസ് വേണ്ട. മുഫാസ. അപ്പോൾ ഈ 2025 എല്ലാ സന്തോഷങ്ങളും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ.